ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. നമ്മുടെ ജീവിതത്തിലെ ഈ സന്തോഷങ്ങളെയും ദുഃഖങ്ങളെയും ഒക്കെ ഒരു കണ്ണിലൂടെ, ഒരു കോണിലൂടെ നമ്മളൊന്ന് വീക്ഷിച്ചാൽ, ഇന്ന് സന്തോഷിക്കുന്നവൻ നാളെ ദുഃഖിക്കുന്നു, ഇന്ന് ദുഃഖിക്കുന്നവൻ നാളെ സന്തോഷിക്കുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് വേറൊരാൾ നോക്കി കൈകൊട്ടിച്ചിരിക്കുന്നു. ഇതല്ലേ ജീവിതം? എന്തുകൊണ്ടാണ് കൈകൊട്ടിച്ചിരിക്കുന്ന ദൂരെ നിന്നെല്ലാം വീക്ഷിക്കുന്നതിന് കാരണം എന്താണ്? അദ്ദേഹമാണ് ഈ ചിരിക്കാനും സന്തോഷിക്കാനും ഒക്കെ നമ്മെ പ്രേരിപ്പിച്ച് വിടുന്ന ശക്തി. നമ്മൾ വെറും ഭഗവാന്റെ കയ്യിലെ ഉപകരണങ്ങൾ, വെറും ഉപകരണമല്ല, കളിപ്പാട്ടങ്ങൾ മാത്രം. ഈ കളിപ്പാട്ടങ്ങളൊക്കെ, ഒരു കുട്ടി കളിപ്പാട്ടം കിട്ടുമ്പോൾ അതിനെ വലിച്ചെറിയുന്നു, അത് കുറച്ചു നേരം അത് സ്വയം ഓടുന്ന കാണുമ്പോൾ കൈ കൊട്ടിച്ചിരിക്കുന്നു, അത് ഉരുണ്ട് താഴെ വീഴുന്ന കാണുമ്പോൾ ദുഃഖിക്കുന്നു, വീണ്ടും അതിനെ ശരിയാക്കാൻ ശ്രമിക്കുന്നു, വീണ്ടും അത് തകർന്നടിഞ്ഞു പോകുമ്പോൾ വിഷമിക്കുന്നു, അടുത്ത കളിപ്പാട്ടം എടുക്കുന്നു, അതിനെ കളിപ്പിക്കുന്നു. അതിൻ്റെ സന്തോഷവും അത് കാണിക്കുന്ന കാഴ്ചകളൊക്കെ കണ്ട് കുട്ടി കൈകൊട്ടിച്ചിരിക്കുന്നു. ഇതൊക്കെയല്ലേ ഭഗവാൻ നമ്മുടെ കാര്യത്തിലും ചെയ്യുന്നത്? നാം കാണിക്കുന്ന ഓരോ വേലകളും ജീവിതത്തിൽ നെട്ടോട്ട് ഓടുകയാണ്. അവിടോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു, ജീവിതമൊന്നും കൂട്ടിപ്പിടിക്കുവാൻ വേണ്ടി കിടന്ന് പാടുപെടുന്നു. ചിലർ കയ്യിൽ കിട്ടിയ സമ്പാദ്യം കൊണ്ട് അടിച്ചു തിമിർത്ത് സുഖിക്കുന്നു. വേറെ ചിലർ രോഗങ്ങളാകുന്ന ദുരിതങ്ങൾ അനുഭവിക്കുന്നു. ദാരിദ്ര്യമാകുന്ന വേറെ കുറേ സംഭവങ്ങളിലൂടെ കുറേ പേർ കടന്നു പോകുന്നു. മാനസിക സമ്മർദ്ദത്തിൽപ്പെട്ട ഉഴലുന്ന വേറെ കുറേ, ലഹരിക്ക് അടിമപ്പെട്ടിട്ട് അങ്ങനെ കുറച്ച് വിഭ്രാന്തമായ ജീവിതം നയിക്കുന്നവർ, അങ്ങനെ സമ്പത്തുള്ളവർക്ക് പ്രശ്നം, സമ്പത്തില്ലാത്തവർക്ക് പ്രശ്നം. ഇതെല്ലാം അനുഭവിച്ചിട്ടും സന്തോഷം കാണാത്ത വേറെ ചിലർ, അങ്ങനെ ഒരു ഗ്രൂപ്പ്. അപ്പോൾ എവിടെ നോക്കിയാലും എത്ര വിചിത്രമാണ്. നമ്മുടെ ഈ മനുഷ്യരുടെ ആംഗിളിൽ നിന്ന് മാറി നിന്ന് നമ്മൾ ഈ മനുഷ്യ ലോകത്തെ ഒന്ന് വീക്ഷിച്ചാൽ നമുക്കിതൊക്കെ അനുഭവവേദ്യമാകും. ഭഗവാൻ ഇങ്ങനെ ദൂരെ നിന്ന് വീക്ഷിക്കുന്നത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി. എത്ര വിചിത്രമാണ് മനുഷ്യലോകം, മനുഷ്യർ ജീവിതത്തിന് വേണ്ടി കിടന്ന് ഓടുന്ന ആ ഓട്ടം. എന്നിട്ട് ഈ ഓടിയവർ, വെട്ടിപ്പിടിച്ചവരും നേടിയെടുത്തവരും സമ്പാദിച്ചു വെച്ചവരും ഒന്നുമില്ലാത്തവരും എല്ലാവരും ഒരു നാൾ കാലപ്രവാഹത്തിൽ വീണ് മറുലോകത്തേക്ക് പോകുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ട് സന്തോഷത്തോടെ കൈയടിച്ച് ചിരിച്ചുകൊണ്ട് ഒരാൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ ഭഗവാൻ അതുകൊണ്ടാണ് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ ഒരു വിനോദമാണ്, ഒരു ലീലയാണ് ഇവിടെ മനുഷ്യരാകുന്ന ഈ കളിപ്പാട്ടങ്ങളെ കൊണ്ട് കളിപ്പിക്കുന്നത്. ഭഗവാൻ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്, ഭഗവാൻ ഒരു വെറുതെ ഇരിക്കുമ്പോൾ ബോറടിക്കുന്നു എന്ന് തോന്നുമ്പം ഒരു ലീലയാടാൻ വേണ്ടി, സന്തോഷിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ മായാശക്തിയായ ആ ദേവിയെ കൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിപ്പിക്കുന്നു, ത്രിഗുണങ്ങളെ സൃഷ്ടിപ്പിക്കുന്നു, പ്രപഞ്ച ഘടകങ്ങളെ ഏകീകരിപ്പിച്ച് അതിൽ ജീവനെ സന്നിവേശിപ്പിച്ച് ഓരോ ജീവജാലങ്ങളാക്കി മാറ്റുന്നു. ഭഗവാന്റെ ഒരു വലിയ കളി. ആ കളിയിലെ കളിപ്പാവകളാണ് നമ്മൾ. എന്നിട്ട് നമ്മൾ പറയും, ഞാനില്ല ആണിതെല്ലാം നേടിയെടുത്തത്, ഞാനില്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു, ഞാനില്ലെങ്കിൽ ഈ കുടുംബമില്ല, ഞാനില്ലെങ്കിൽ ഒന്നും നടക്കില്ല, ഞാനാണ് എല്ലാം എന്ന് പറയും. ഏത് ഞാനാണെല്ലാം സത്യമാണ് പറയുന്നത്. പക്ഷെ ആ ഞാൻ ആരാണെന്ന് ചിന്തിക്കുന്നിടത്താണ് യഥാർത്ഥ സത്യം മനസ്സിലാകുന്നത്. ഞാൻ ആണെല്ലാം ശരിയാണ്, ആ ഞാനാണ് ഈശ്വരൻ എന്ന ആ പ്രപഞ്ച ചൈതന്യമാകുന്ന പരമാത്മ ചൈതന്യം. ആ ഞാൻ ഓരോരുത്തരിലും ഇരുന്ന് ചെയ്യുന്നത് കൊണ്ടാണ് ഓരോരുത്തരും അവനവൻ്റെ കഴിവിനേക്കാൾ മേലേക്ക് ഉയരുകയും അതുപോലെ തന്നെ ചില അവസരങ്ങളിൽ താഴേക്ക് പതിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതിലിരിക്കുന്ന ഞാനിൻ്റെ ശക്തിയാണ്, അല്ലാതെ ഞാൻ എന്ന് തോന്നുന്ന ശരീരത്തിൻ്റെ ശക്തിയോ കഴിവോ കൊണ്ടല്ല. ഞാൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞ് ഈ കളികളിൽ ഏർപ്പെടുന്ന വ്യക്തിക്ക് ഈ പറയുന്ന ഉയർച്ച താഴ്ചകളൊന്നും അവരെ ബാധിക്കില്ല. അവരെപ്പോഴും ശാശ്വതമായ സന്തോഷത്തോടെ ജീവിതത്തെ നേരിടുക തന്നെ ചെയ്യും. അപ്പോൾ ഈ നമ്മെക്കൊണ്ട് കളിപ്പിക്കുന്ന വ്യക്തിയെ, ആ ശക്തിയെ ആരാണ് തിരിച്ചറിയുന്നത്? ആ കളിക്ക് ഒത്ത് അതിന് കളിക്കുന്നതിൻ്റെ വിനോദം, ആ വിനോദത്തിൽ ഏർപ്പെട്ടിട്ട് നാം ആകുന്ന ആ കളികൾ കണ്ട് ആനന്ദിക്കുന്ന ആളാണ് യഥാർത്ഥത്തിൽ നമ്മെക്കൊണ്ട് കളിപ്പിക്കുന്ന ആ കളികളുടെ എല്ലാം അനുഭവിക്കുന്ന ആള്. ഇപ്പോൾ കളിപ്പാട്ടങ്ങൾ ഒരു കുട്ടിയെടുത്ത് കളിക്കുമ്പോൾ ആ കളിപ്പാട്ടം സ്വയം സന്തോഷം അനുഭവിക്കുന്നില്ല.
കളിപ്പാട്ടത്തെ ആരാണോ ഉപയോഗിച്ചത്, ഏത് കുട്ടിയാണോ അല്ലെ ഏത് ആളാണോ ഉപയോഗിച്ചത്, അവരാണ് സന്തോഷം അനുഭവിക്കുന്നത്. പക്ഷേ ഇവിടെ കളിപ്പാട്ടമായ നാം വിചാരിക്കുകയാണ് നാം സന്തോഷിക്കുന്നു, നാം ചിരിക്കുന്നു, നമുക്ക് ദുഃഖം വരുന്നു, നമുക്ക് സ്നേഹം വരുന്നു, നമുക്ക് ദേഷ്യം വരുന്നു, ഇതെല്ലാം നാം തന്നെ അങ്ങ് അനുഭവിക്കുകയാണ് കളിപ്പാട്ടമായ നമ്മൾ. അതാണ് കളിപ്പാട്ടവും നമ്മൾ തമ്മിലുള്ള ഏക വ്യത്യാസം. സത്യത്തിൽ ഞാനല്ല, ഞാനെന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുമല്ല. കളിപ്പാട്ടം എന്ത് നിസ്സംഗമായിട്ടാണ് അവിടെ നിന്ന് ഓടുകയും ചാടുകയും സൗണ്ട് ഉണ്ടാക്കുകയും ഡാൻസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതെങ്കിൽ ആ കളിപ്പാട്ടം പോലെ തന്നെയുള്ളൂ നമ്മളും. നമ്മൾ അനുഭവിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നതാണ്. നമ്മെക്കൊണ്ട് ചെയ്യിക്കുന്ന ഈ എല്ലാ സന്തോഷവും ദുഃഖവും പ്രശ്നങ്ങളും എല്ലാ തരത്തിലുള്ള ആ പ്രതിസന്ധികളും നേരിടുന്ന ജീവിതം അനുഭവിക്കുന്നത് ഭഗവാനാണ്. ഭഗവാനാണ് അത് കണ്ട് ആനന്ദിക്കുന്ന ആൾ. അപ്പോൾ ഈ കളിപ്പിക്കുന്ന ആ വ്യക്തി തന്നെയല്ലേ, പാവക്കൂത്തിലെ ചരട് വലിപ്പിക്കുന്ന ആളല്ലേ പാവയെ കൊണ്ട് ചലിപ്പിക്കുന്നത്. അപ്പോൾ ആ ആളിന്റെ ഇംഗിതമല്ലേ അവിടെ നടക്കുന്നത്? ആ ആളിന്റെ ഇഷ്ടമനുസരിച്ചല്ലേ പാവകൾ ചലിക്കുന്നത്? അതോ പാവകളുടെ സ്വന്തം ഇഷ്ടത്തിനാണോ ചലിക്കുന്നത്? അല്ല. പാവയ്ക്ക് അതിലൊരു സന്തോഷം ലഭിക്കുന്നുമില്ല. പാവയെ ചലിപ്പിക്കുന്ന ആളിനാണ് പാവകൾ തമ്മിൽ കളിക്കുമ്പോഴുണ്ടാകുന്ന ആനന്ദം അനുഭവിക്കുന്നത്. പക്ഷെ ഇത് ഞാനാണ് അനുഭവിക്കുന്നതെന്ന് മായ പ്രകൃതിയിൽപ്പെട്ട നമ്മൾ ഓരോരുത്തർക്കും തോന്നുന്നത് കൊണ്ടാണ് ഞാൻ ഈ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം എൻ്റെ തന്നെയാണെന്നും അതിന്റെ ഫലം ഞാനാണ് അനുഭവിക്കുന്നതെന്നും തോന്നുന്നത്. സത്യത്തിൽ ഈ ഓരോ കർമ്മവും നമ്മെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഭഗവാനാണ് ഇതിന്റെ കർമ്മഫലവും അനുഭവിക്കുന്നത് എന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലോജിക്കിലൂടെ ചിന്തിച്ചാൽ മനസ്സിലാവും. അപ്പോഴാണ് ഭഗവാൻ പറഞ്ഞതുപോലെ എല്ലാ കർമ്മങ്ങളും ഞാനാണ് നിന്നെക്കൊണ്ട് ചെയ്യിക്കുന്നത്, കർമ്മഫലങ്ങളെല്ലാം എന്നിൽ സമർപ്പിക്കൂ എന്ന് ഭഗവാൻ വീണ്ടും വീണ്ടും ഭഗവത്ഗീതയിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ആ ഒരു തത്വത്തിലാണ് ഭഗവാൻ അങ്ങനെ പറഞ്ഞത്. കർമ്മങ്ങളും എല്ലാം ചെയ്യിക്കുന്നത് ഭഗവാനാണ്. കർമ്മം ചെയ്യിക്കുന്നത് ഭഗവാൻ. ആ കർമ്മം ചെയ്യാനുള്ള ഈ ശരീരത്തെ പ്രാപ്തനാക്കി ഇതിൽ ബോധമായിട്ട് നിൽക്കുന്നതും ഭഗവാൻ. ആ കർമ്മം എന്തിനു വേണ്ടി ചെയ്യുന്നു, ആ ചെയ്യുന്നതിന്റെ കാരണക്കാരനും ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ നിർദ്ദേശിക്കുന്ന ഉപകരണമായിട്ട് നാം ചെയ്യുന്നു. ആ ഉപകരണത്തിന് അതിൽ പങ്കില്ല. നാം ഒരു ഉപകരണം എടുത്തിട്ട് എന്തെങ്കിലും ഇപ്പൊ ദോശ ഇളക്കുവാൻ ഒരു ചട്ടുകം എടുക്കുന്നു. ആ ചട്ടുകത്തിന് എന്തെങ്കിലും ഫീലുണ്ടോ? ദോശ ഇളക്കിയാലും അല്ലെ ദോശ നന്നായിട്ടിരുന്നാലും മോശമായി കരിഞ്ഞു പോയാലും ചട്ടുകത്തിനെ വല്ലതും ബാധിക്കുന്നുണ്ടോ? ഇല്ല. അത് അതിന്റെ ജോലി ചെയ്യുന്നു എന്നേ ഉള്ളൂ. പക്ഷെ അതിനെക്കൊണ്ട് ചെയ്യിക്കുന്ന നമുക്കാണ് അത് നന്നായിരുന്നാൽ വളരെ അത് സോഫ്റ്റ് ആയിട്ടിരുന്ന് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തോന്നിയാൽ നന്നായിരിക്കുന്നു എന്നും, അതല്ല ഇത്തിരി മൂത്ത് പോയാൽ അതിനൊരു ഇത്തിരി മൂത്തല്ലോ എന്നുള്ള വിഷമം വരുന്നതും നമുക്ക് മാത്രമാണ്, അല്ലാതെ ഉപകരണത്തിനല്ല. അപ്പോൾ അതുപോലെ ഭഗവാനാണ് നമ്മളാകുന്ന ഉപകരണങ്ങളെ, ചട്ടുകങ്ങളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലിയുടെ കർമ്മം ഭഗവാൻ തന്നെയാണ് അനുഭവിക്കുന്നത്. ഭഗവാൻ അത് വിട്ടുകൊടുക്കാതെ ഞാൻ അനുഭവിക്കുന്നു എന്ന ബോധം നമ്മളിൽ വെച്ചിരിക്കുന്നു, ശരീരബോധം വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ ഞാൻ ഇവിടെ അനുഭവിക്കുന്നു എന്ന് വെറുതെ മിഥ്യാധാരണയിൽ കരയുകയും ചിരിക്കുകയും കൈകൊട്ടി പാടുകയും ആനന്ദിക്കുകയും പിന്നീട് അവിടുന്ന് നിലംപരിശായി താഴെ വീഴുമ്പോൾ അയ്യോ എന്ന് നിലവിളിക്കുകയും ഒക്കെ ചെയ്യുന്നത്. സത്യത്തിൽ ഇതൊക്കെ ഈ കളിപ്പാട്ടങ്ങളായ നമുക്കൊന്നും ബാധകമല്ല എന്നുള്ള ബോധത്തിലൂടെ ജീവിച്ചാൽ നമുക്ക് ഏറെക്കുറെ ജീവിതം ശാന്തമായി ഇതിന്റെ പിന്നിൽ ചരട് വലിക്കുന്ന ആരാണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വസ്ഥമായി ജീവിക്കുവാൻ കഴിയും. നല്ല കളിപ്പാവകൾ, അനുസരണയുള്ള കളിപ്പാവകളെ പോലെ നമുക്ക് ഭൂമിയിൽ ജീവിച്ചു തീരാൻ കഴിയും. അപ്പോൾ അതൊക്കെയാകട്ടെ ഇന്നത്തെ ചിന്തകൾ. എല്ലാവർക്കും നല്ല ഭഗവാനുമായിട്ടുള്ള സത്സംഗത്തിലേർപ്പെട്ട് എപ്പോഴും ഭഗവത് ചിന്തകളിലൂടെ മുന്നോട്ട് പോകുവാൻ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാ കർമ്മങ്ങളും ഭഗവാനും ദേവിക്കും സമർപ്പിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.